പുതിയ അമേസിന്റെ പ്രധാന എതിരാളി ഒരു 1.5 മാസം 2 മാസം മുൻപ് പുറത്തിറങ്ങിയ പുതിയ ഡിസയർ ആയിരുന്നു. ആ ഡിസയറിൽ സൺറൂഫ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ സൺറൂഫ് ഇല്ല എന്നുള്ളതും ഒരു ചെറിയൊരു ന്യൂനതയായിട്ട് എടുത്തു പറയാവുന്ന കാര്യമാണ്. പിൻഭാഗത്തേക്ക് വന്നാൽ വണ്ടിയുടെ വീതി അല്പം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് നല്ല വിസ്തരിച്ചിരിക്കാവുന്ന ഒരു സീറ്റിംഗ് ആണ് പിൻഭാഗത്ത് നൽകിയിട്ടുള്ളത്. സൈഡിൽ കുറച്ച് കുഷ്യനൊക്കെ കമ്പനി കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ അമേസിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെരിഞ്ഞിരുന്ന് പോകുമ്പോഴും ഒരു കുഷ്യൻ സപ്പോർട്ടൊക്കെ ആ സൈഡിൽ കിട്ടും. അത് നല്ലൊരു കാര്യമാണ്. കഴിഞ്ഞ അമേസിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ റിയർ യാത്രക്കാർക്കുള്ള അല്ലെങ്കിൽ റിയർ സൈഡ് യാത്രക്കാർക്കുള്ള AC വെൻസിൻ്റെ കാര്യം. ഇതിൽ ഇപ്പോൾ പുതിയ തലമുറയിൽ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. മുന്നിലുള്ളതുപോലെ തന്നെ 12 വാൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉള്ളതിൽ ഹെഡ് റെസ്റ്റ് ഇല്ലായിരുന്നു. ഇതിൽ 3 ഹെഡ് റെസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. 3 പേർക്ക് വിസ്തരിച്ചിരിക്കാമെന്ന് പറഞ്ഞു. ഇനി എല്ലാ 2 പേരാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കിത് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് നമുക്കിത് ഹാൻഡ് റെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സിനുള്ള പൊസിഷനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പൊസിഷൻ കുറച്ചും കൂടി പൊന്തിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഇത് കുറച്ചും താഴെ വരെ മുട്ടിക്കിടക്കുന്ന രീതിയിലാണ്. കുറച്ചും കൂടി പൊസിഷൻ പൊന്തിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു കൈക്കൊരു സപ്പോർട്ട് ഉണ്ടാവുമായിരുന്നു. ലെഗ് റൂം പറയുകയാണെങ്കിൽ ഈ സീറ്റ് ഞാൻ മാക്സിമം ബാക്കോട്ടാണ് ഇട്ടത്. ആ സീറ്റ് മാക്സിമം മുന്നോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് മാക്സിമം പിന്നോട്ട് ഇട്ടിട്ടും ഇത്രയും ഒരു ലെഗ് റൂം കിട്ടുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് 170 സെൻറ്റിമീറ്റർ ആണ്. എന്നിട്ടും എനിക്ക് ഇത്രയൊരു ലെഗ് റൂം ഉണ്ട്. ഹെഡ് റൂം ആണെങ്കിലും അത്യാവശ്യം ഈ ഒരു സ്പേസിലുള്ള ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ലെഗ് റൂമും ഹെഡ് റൂമും നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്.